ഹായ് ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് മിച്ചിക്കാറ്റ്സു സുഖുഗുനി എന്ന് പറഞ്ഞ ഒരു ഹഷിറ ഡീമനാണ് അവൻ. അതാ വെച്ചാൽ കൊക്കോഷിബോ എന്ന് പറഞ്ഞ ഒരു ഡീമൻ വെച്ചാൽ വലിയൊരു ഹഷിറയായിരുന്ന ഒരു ഡീമനായിരുന്നു അവൻ. സത്യത്തിൽ പറഞ്ഞാൽ ആരാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇതിലിട്ടേക്കുന്ന ഫോട്ടോ പോലും മിച്ചിക്കാറ്റ്സുവിന്റെ ഫോട്ടോ ആണ് ഗൈസ്. അതായത് കുക്കോഷിബോ മിച്ചിക്കാറ്റ്സു ഇരിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് ഇത്. കാണാൻ യൊരിച്ചിയെ പൊളിക്കുന്നല്ലേ, കാരണം യൊരിച്ചിന്റെ ബ്രദറാണ് ഇവൻ ഗൈസ്. അപ്പോൾ യൊരിച്ചിന്റെ ബ്രദർ ആയിട്ടുള്ള കുക്കോഷിബോനെ ആണ് ഞാൻ ഗൈസ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വെൽക്കം ടു മെറാൽഫിനിയൽ. അതുപോലെ നമുക്ക് കഥയിലേക്ക് പോകാം ഗൈസ്. ആദ്യമേ നമ്മുടെ യൊരിച്ചിയും കൊക്കോഷിബോവും കൂടി പിറക്കുകയാണ് ഗൈസ്. മിച്ചിക്കാറ്റ്സു പിറക്കുന്നതാണ്. മിച്ചിക്കാറ്റ്സുവും കുക്കോഷിബോവും കൂടി പിറക്കുന്നതാണ് കാണിക്കുന്നത് ഗൈസ്. മിച്ചിക്കാറ്റ്സുവും യൊരിച്ചിയും കൂടി പിറക്കുകയാണ്. ട്വിൻ ബ്രദേഴ്സ് ആണ്, രണ്ടുപേരും പിറക്കുകയാണ് ഗൈസ്. അതിനുശേഷം യൊരിച്ചിയും നല്ലതാണ്. യൊരിച്ചിയെ അവനെ കൂടി ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത്രയും പവർഫുൾ ആണ് യൊരിച്ചി. സ്വാഡ്മാനിലെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള യൊരിച്ചിനെ കൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സത്യത്തിൽ പറഞ്ഞാൽ ഇവന് യൊരിച്ചി ഒത്തിരി ഇഷ്ടമായിരുന്നു ഗൈസ്. ഏറ്റവും കൂടുതൽ ഇവൻ മിസ് ചെയ്തിരുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. യൊരിച്ചിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതാന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ എങ്ങനെയാണ് അഷിറയായിട്ടിരുന്ന ഇവൻ എങ്ങനെയാണ് ഡീമനായി പോയതെന്നാണ് കാണാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഇതിലേക്ക് കൊക്കോഷിബോ ഒരു വില്ലനാണ്, പക്ഷെ അവന്റെ ബാക്ക് സ്റ്റോറി കണ്ടാൽ വലിയ ഇമോഷൻസ് ആണ്. അപ്പൊ നമുക്ക് കണ്ടാലോ. സത്യത്തിൽ പറഞ്ഞാൽ കൊക്കോഷിബോ എങ്ങനെയാന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഒരു പേടി വരും. നമ്മളിപ്പം ഹഷീറയാണല്ലോ, നോർമൽ ഹ്യൂമർ ആണല്ലോ. ഇപ്പോൾ ഹഷീറ ആയതുകൊണ്ട് ഞാൻ ഒരു നോർമൽ ഹ്യൂമനാണ്. അപ്പൊ എനിക്ക് ചാവ് വരുമോ? ഞാൻ നോർമൽ ഹഷീറാസിനെ പോലെ തന്നെ മരിച്ചു കളയുമോ? ഞാനൊരു നോർമൽ ഹ്യൂമനെ പോലെ തന്നെ മൂൺ ബ്രീത്തിങ് അല്ലേ അവ യൂസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ട് ഒരു ഹഷീറയെ പോലെ ഞാൻ മരിച്ചു പോകുമെന്നൊരു പേടി. അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ മുസാൻ വരുന്നത് ഗൈസ്. മുസാൻ വരുമ്പോൾ മുസാനാണെങ്കിൽ പറയാണ്, ഞാനാണ് ദ കിങ് ഓഫ് ഡീമൻ എന്ന്. അങ്ങനെ മുസാനാണെങ്കിൽ കൊക്കോഷിബോന്റെ അടുത്ത് ചോദിക്കുന്നു. കൊക്കോഷിബോ മുസാന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നു. അപ്പൊ മുസാൻ ആണെങ്കിൽ അവനെ പറയുന്നു, ഞാൻ നിന്നെ ഡീമനാക്കാം, നീ അതിനുശേഷം ചാവുകയില്ല എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവൻ അതെടുക്കും. എടുത്തതിന് ശേഷം മുസാൻ ആണെങ്കിൽ കൊക്കോഷിബോനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോകും. കാരണം മുസാന്റെ അത്ര ലെവലാണല്ലോ, മുസാന്റെ ലെവലിന്റെ പവർ ആണല്ലോ. എന്ന് വെച്ചാൽ യൊരിച്ചിന്റെ ബ്രദർ അല്ലേ. യൊരിച്ചി മുസാനെ 1450 പീസാക്കി കളഞ്ഞവന്റെ ഒരു അനിയനാണ് കൊക്കോഷിബോ എന്ന് പറയുന്നത്. കൊക്കോഷിബോ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമനാണ്, ഒരു ഹഷീറയും കൂടിയാണ് ഗൈസ്. അങ്ങനെ കാരണം നമ്മുടെ മുസാന്റെ അത്രയും പവർ ഉള്ളത് കൊണ്ട് മുസാൻ പറയാണ്, നീ എൻ്റെ അത്രയും പവർ ഉണ്ട്, ഞാൻ നിന്നെക്കാളിൽ പവർഫുൾ അല്ല, നീ എന്നെക്കാളിൽ പവർഫുൾ അല്ല, അതുകൊണ്ട് നീ അപ്പർ മൂണിലെ ഫസ്റ്റ് അപ്പർ മൂണായിട്ട് ഇരുന്നോളൂ എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ആകാശം മൂന്നാമതല്ലേ, അതിന് മുമ്പിട്ടേ നമ്മുടെ കൊക്കോഷിബോയാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ. എന്ന് വെച്ചാ സൺ ബ്രീത്തിങ്ങിനെ എടുത്തത് നമ്മുടെ യൊരിച്ചിയാണ്. പക്ഷേ മൂൺ ബ്രീത്തിങ് അതാ വെച്ചാൽ റിയൽ മൂണിനെ തന്നെ ഓൺ ചെയ്തു. അതാ വെച്ചാൽ അവൻ അതിനെ ഓൺ ചെയ്ത മനുഷ്യനാണ്, ഒരു ഡീമനാണ് കൊക്കോഷിബോ, മിച്ചിറ്റ്സുക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൊരിച്ചി സണ്ണിനെ ഓൺ ചെയ്തു, കൊക്കോഷിബോ നമ്മുടെ മൂണിനെ ഓൺ ചെയ്തു. അദ്ദേഹത്തെ പറഞ്ഞ അവൻ എങ്ങനെയാണ് കൊക്കോഷിബോ എന്ന് വെച്ച് പേര് വന്നു വെച്ചാൽ, നീ ഒരു അപ്പർ മൂണാണ്, നിനക്ക് ഈ പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മുസാനാണ് ആ പേര് വെച്ചത്. എന്നിട്ട് മുസാന്റെ അത്രയും പവർഫുൾ ആണല്ലോ ഇവൻ. അതുപോലെ തന്നെ മുസാനെ ചിലപ്പോൾ ഇവനെ കൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ യൊരിച്ചിയെ കൊണ്ട് 1450 പീസാക്കി കളഞ്ഞു നമ്മുടെ യൊരിച്ചി മുസാനെ.
അങ്ങനെ ആക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയും ഗൈസ്. പക്ഷേ മീൻ വൈൽ ടാഞ്ചീറോയെ ഒന്ന് നോക്കൂ ഗൈസ്. ടാഞ്ചീറോ സൺ ബ്രീത്തിങ്ങിന്റെ 13th ഫോമിനെ അൺലോക്ക് ചെയ്യുകയാണ് ഗൈസ്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഫോം, സെക്കൻഡ് 12th ഫോം വരെ നമ്മുടെ യോരീച്ചിയാണ് അൺലോക്ക് ചെയ്തത്. പക്ഷേ 13th ഫോം ആയിട്ടുള്ള ഫോം നമ്മുടെ ടാഞ്ചീറോ ആണ് ചെയ്യുന്നത് ഗൈസ്. അതേപോലെ തന്നെ അങ്ങനെ ടാഞ്ചീറോനെ കൊണ്ട് ചെയ്യാൻ പറ്റും, കുക്കോഷിബോനെ കൊണ്ട് ചെയ്യാൻ പറ്റും, യോരിച്ചി കൊണ്ട് ചെയ്യാൻ പറ്റും. 3 പേർക്കും മുസാനെ തോൽപ്പിക്കാൻ കഴിയും ഗൈസ്. ഒരു അപ്പർ മൂണായിട്ടുള്ള നമ്മുടെ കുക്കോഷിബോ ഏറ്റവും കൂടുതൽ പവർഫുള്ളും ഏറ്റവും കൂടുതൽ ഭയങ്കര വലിയൊരു ഡീമനായിട്ടിരിക്കുകയാണ് ഗൈസ്. ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രയും പവർഫുൾ ആയിട്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരെയും ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ, പക്ഷെ അവൻ ലാസ്റ്റ് ആയപ്പോൾ അവന്റെ ചേട്ടനായിട്ടുള്ള യോജിച്ചീനെ ഒത്തിരി അങ്ങ് മിസ് ചെയ്യുകയാണ് ഗൈസ്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി. അവനെ കൊണ്ട് പറയാന്ന് അത്രയും മിസ് ചെയ്യുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ കൊച്ചുനാൾ തൊട്ടേ യോജിച്ചിന്റെ കൂടെയാണല്ലോ അവൻ ഇരുന്നിരുന്നത്. യോജിച്ചി എന്ന് വെച്ചാൽ യോജിച്ചി അവന്റെ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് വളർന്നത് കൊണ്ട് തന്നെ യോജിച്ചിനെ അവൻ അത്ര മിസ് ചെയ്യുകയാണ് ഗൈസ്. പക്ഷേ യോജിച്ചി അത്ര മിസ് ചെയ്യുന്നു ഗൈസ്. അവസാനം അവൻ വലിയൊരു ഡീമനാവുന്നു ഗൈസ്. ഇതിനുശേഷം ഭയങ്കര പവർഫുൾ ആവുന്നു. ഒരു ഡീമൻസിനെ കൊണ്ടും ഒരു അഷിറയെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല, അത്രയും വലുതാവുന്നു. ആകാശയുടെ കൈ തന്നെ വെട്ടിക്കളയുന്നു ഗൈസ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ കൊക്കോഷിബോ. അതാണ് ദ അപ്പർ മൂൺ, ദ ഫസ്റ്റ് അപ്പർ